ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോൾഡൻ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു റെഡ് കളറിലെ കട്ട് ബീഡ്സ് വേണം. അപ്പോൾ ഈ ഒരു രണ്ട് ടൈപ്പ് ഓഫ് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ വീനെക്കിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് വീനെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് വീനെക്കിൻ്റെ ആ ഒരു കോർണർ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെൻസിലിനാട്ടോ ഇതിന് പറയുന്നത്, ഈ ഒരു സ്കെയിലിന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഞാനൊരു റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ ചുറ്റിനും, അതായത് ആ റൗണ്ടിൻ്റെ ചുറ്റിനും കുറച്ച് ലീഫ് വരച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ പാറ്റേൺ ഒന്നും വരച്ച് കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഫ്രീ ഹാൻഡായിട്ട് തന്നെ മെറ്റീരിയലിലേക്ക് അങ്ങ് വരയ്ക്കുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അവിടെ ഒരു റൗണ്ട് കൊടുത്തു. ഇനി കുറച്ച് സൈഡിലേക്ക് നീങ്ങിയിട്ട് ഒരു റൗണ്ടും കൂടെ കൊടുത്തിട്ട് നമ്മൾ അവിടെയും ലീഫ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, ഒരു 3 ലീഫ് വരത്തക്ക വിധത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം റൗണ്ട് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ മുകളിലേക്ക് നീക്കിയിട്ട് വേണം വരയ്ക്കാൻ. ഇപ്പം ഞാൻ വരച്ചപ്പോൾ കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിപ്പോയി, പക്ഷെ കുഴപ്പമില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റിയിട്ട് മുകളിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് വരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ലീഫൊക്കെ അവിടെ വരച്ചു കൊടുത്തു. ഇനി അടുത്തത് വരച്ചപ്പോൾ ഞാൻ മുകളിലേക്കായിപ്പോയി, പക്ഷെ അത് കുറച്ചുകൂടെ താഴേക്ക് വരണമായിരുന്നു. അപ്പം ഒരു 3ാമത്തെ റൗണ്ട് മുകളിലും 4ാമത്തെ റൗണ്ട് കുറച്ച് താഴെയും, അടുത്തത് ചെയ്യുമ്പോൾ അടുത്ത റൗണ്ട് മുകളിലും, അങ്ങനെ വരത്തക്ക വിധത്തിൽ വേണം നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട് ആ ഒരു ഡിസൈൻ. കണ്ടോ, അപ്പം ഞാൻ മൊത്തത്തിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഞാൻ അപ്സരയുടെ ഗ്ലാസ് മാർക്കർ പെൻസിലാട്ടോ യൂസ് ചെയ്ത് വരച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് പെൻസിലാണെന്ന്. ഇത് അപ്സര ഗ്ലാസ് മാർക്കർ പെൻസിലാണ്. എല്ലാ ബുക്ക് സ്റ്റോളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അവൈലബിളായിട്ട് കിട്ടുന്ന ഒരു പെൻസിലാണിത്. ആമസോണിലും ഒക്കെ ഉണ്ട്. നമ്മൾ അപ്സര ഗ്ലാസ് മാർക്കർ പെൻസിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആമസോണിലൊക്കെ അറിയാൻ പറ്റും കേട്ടോ. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമേ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലൊരു പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് അവിടെ നമ്മൾ ആ ഒരു കട്ട് ബീഡ്, നമ്മുടെ റെഡ് കളറിലെ കട്ട് ബീഡില്ലേ, അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ഒരു 2 കട്ട് ബീഡ്സ് എടുത്തിട്ട് അതിനെ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലാക്കി കുറച്ച് ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതായത് ഒരു 6 ബീഡോളം ഞാൻ ഇവിടെ എടുത്തിട്ട് നമ്മൾ ആദ്യം കോർത്ത ബീഡ്സിൻ്റെ അകത്തൂടി വേണം നമ്മൾ നീഡിൽ ഇറക്കാനായിട്ട്. ഫസ്റ്റ് ബീഡ് ആദ്യം കിടക്കുന്ന ആ ബീഡിനകത്തൂടി എടുക്കുമ്പോൾ നമുക്കത് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമ്മൾ അതിനെ അങ്ങ് ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനായിട്ടോ ഇത്. ഈ ഒരു സ്റ്റിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ലോക്കിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു 2 കട്ട് ബീഡ്സ്, അതായത് 2 റെഡ് കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ട് അതൊന്ന് ഇതേപോലെ ചുറ്റിനും നമ്മളങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാം കേട്ടോ. 2 കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസൈൻ വലിയ എളുപ്പമാണ്, ഒരു പ്രയാസവും ഇല്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റി. ഇവിടെ നമുക്ക് എന്താ പറയുക, നമുക്ക് ത്രെഡ്സുകളൊന്നും വന്നിട്ടില്ല. നമുക്കിവിടെ 2 ബീഡ്സുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ബീഡില്ല, അതിന് പകരം റൗണ്ട് ബീഡ്സ് ആയിരിക്കുന്നെങ്കിൽ റൗണ്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള ബീഡ്സുകൾ യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ റെഡ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ വരയ്ക്കുമ്പോൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ട്രേസ് ചെയ്യുക. നമ്മൾ ഓയിൽ പേപ്പറിലേക്ക് നമ്മൾ വരച്ച് കൊടുത്തിട്ട് അതിന് ശേഷം മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ കുറച്ച് നീറ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്ക്. കുറച്ചും കൂടെ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നതിനേക്കാളും നല്ല നീറ്റായിരിക്കും നമ്മളുടെ ട്രേസിങ് മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലവറൊക്കെ ചെയ്ത് കൊടുത്തു. ഇനി അതിന് ശേഷം ഞാൻ ആ ലീഫുകളൊക്കെ കുറച്ചും കൂടെ ഒരു വലുപ്പത്തിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം വരച്ചതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലാക്കി കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഏറ്റവും ടോപ്പിൽ നിന്ന് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 4 കട്ട് ബീഡ്സ് എടുത്തിട്ട് സെൻറ്ററിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ നീഡിൽ നമ്പർ 12 ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നീഡിൽ നമ്പർ 12 ബീഡ്സുകളൊക്കെ കുറക്കാൻ പറ്റിയ സൂചിയാണ് കേട്ടോ ഇത്. പിന്നെ അതേപോലെ ത്രെഡ് വന്നിട്ട് നോർമൽ മെഷീൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്.
അത് കുറേ പേര് ചോദിച്ചു അതെങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത്. നമ്മൾ സാധാരണ ഹെമ്മിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി എടുക്കില്ലേ, നമ്മൾ മറ്റേ എന്താ ത്രെഡ് എടുക്കില്ലേ, അതേപോലെ അങ്ങ് ചെയ്താൽ മതി. ഇതിന് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. കാരണം ഇത് നമുക്ക് എന്താ നമ്മുടെ മെഷീൻ ത്രെഡിനകത്തോട്ട് നമ്മുടെ സൂചി കോർത്തിട്ട് അത് രണ്ടായിട്ട് മടക്കി അങ്ങ് കെട്ടിട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രയാസവും ഇല്ല, അതൊക്കെ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള ലീഫുകളോട് നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനായിട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂൻ്റെ ഫാബ്രിക്കിൽ ചെയ്യാം കേട്ടോ. ഓണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഡിസൈനാക്കി എടുക്കാൻ പറ്റും. ടിഷ്യൂൻ്റെ ഫാബ്രിക്കിൽ ചെയ്ത് കൊടുക്കാം. ആ ഒരു ഗോൾഡൻ ബീഡ്സിന് പകരം ഗോൾഡൻ ബീഡ്സും പിന്നെ അതേപോലെ യെല്ലോ ബീഡ്സും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഞാൻ ആ ഫ്ലവറും ലീഫും എല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലെ ഫ്ലവർ താഴെ വന്നു, അടുത്ത ഫ്ലവർ മുകളിൽ വന്നു, അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആ ബാക്കിയുള്ള കുറച്ച് സ്പേസ് ഉള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ബീഡ്സ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അങ്ങ് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കി എടുക്കുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടോ ഇത്. ഇതേ കണ്ടോ, നമ്മൾ ഫ്ലവർ ചെയ്തു, ലീഫ് ചെയ്തു സെൻറ്ററിൽ, പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്തു. അതിന് ശേഷം കണ്ടോ, ഞാൻ പടമൊക്കെ ഒന്ന് മാറ്റി വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുക. ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ആട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്